നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് KPSC സോൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ 10th ലെവൽ കോമൺ പ്രിലിംസ് സ്റ്റേജ് 1. ഒന്നാമത്തെ ചോദ്യം, വൈകുണ്ഠസ്വാമികളെ സംബന്ധിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായവ കണ്ടെത്തുക. പ്രസ്താവന 1, 1908 തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ ഗ്രാമത്തിൽ ജനിച്ചു. പ്രസ്താവന 2, അദ്ദേഹത്തിൻ്റെ വിശ്വാസ സംഹിത അയ്യാവഴി എന്നറിയപ്പെടുന്നു. പ്രസ്താവന 3, അരുൾ നൂൽ അദ്ദേഹത്തിൻ്റെ രചനയാണ്. പ്രസ്താവന 4, കണ്ണാടി പ്രതിഷ്ഠ നടത്തി. ഉത്തരം പ്രസ്താവന 2, 3, 4. അദ്ദേഹത്തിൻ്റെ വിശ്വാസ സംഹിത അയ്യാവഴി എന്ന് അറിയപ്പെടുന്നു. അരുൾ നൂൽ അദ്ദേഹത്തിൻ്റെ രചനയാണ്. കണ്ണാടി പ്രതിഷ്ഠ നടത്തി. രണ്ടാമത്തെ ചോദ്യം, വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന കുറിച്യ കലാപത്തെപ്പറ്റി താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? പ്രസ്താവന 1, കലാപം നടന്നത് 1812 പ്രസ്താവന 2, കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രാമനമ്പിയെയാണ് നിയോഗിച്ചത്. പ്രസ്താവന 3, കലാപത്തിൻ്റെ പ്രധാന നേതാവായ പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ വധിച്ചു. പ്രസ്താവന 4, മട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യം കലാപകാരികൾ ഉയർത്തി. ഉത്തരം പ്രസ്താവന 2, 3. കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രാമനമ്പിയെയാണ് നിയോഗിച്ചത്. കലാപത്തിൻ്റെ പ്രധാന നേതാവായ പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ വധിച്ചു. മൂന്നാമത്തെ ചോദ്യം, 2024 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ഹാൻ കാങ്ങിനെ കുറിച്ചുള്ള താഴെ കൊടുത്ത പ്രസ്താവനകൾ ശരിയേത്? പ്രസ്താവന 1, സാഹിത്യ നൊബേൽ ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ്. പ്രസ്താവന 2, സാഹിത്യ നൊബേൽ നേടുന്ന ആദ്യ ഏഷ്യൻ വനിത. പ്രസ്താവന 3, ദി വെജിറ്റേറിയൻ എന്ന നോവലിന് മാൻ ബുക്കർ പുരസ്കാരം നേടി. പ്രസ്താവന 4, ദി വൈറ്റ് ബുക്ക് അവരുടെ ആത്മകഥാപരമായ രചനയാണ്. ഉത്തരം എല്ലാം ശരിയാണ്. സാഹിത്യ നൊബേൽ ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ്. സാഹിത്യ നൊബേൽ നേടുന്ന ആദ്യ ഏഷ്യൻ വനിത. ദി വെജിറ്റേറിയൻ എന്ന നോവലിന് മാൻ ബുക്കർ പുരസ്കാരം നേടി. ദ വൈറ്റ് ബുക്ക് അവരുടെ ആത്മകഥാപരമായ രചനയാണ്. നാലാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. 1, 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചു. 2, 1907 സൂററ്റ് സമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെ പിളർപ്പ്. 3, 1934 ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റായി. 4, 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനം. ഉത്തരം 1, 2, 4. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചു. 1907 സൂററ്റ് സമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെ പിളർപ്പ്. 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനം. അഞ്ചാമത്തെ ചോദ്യം, 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയേത്? 1, 16ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്. 2, കസാൻ സ്ഥിതി ചെയ്യുന്നത് ചൈനയിലാണ്. 3, ബ്രിക്സിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. 4, 2009 ബ്രിക്സ് രൂപം കൊണ്ടത്. ഉത്തരം 1, 4. 16ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്. 2009 ബ്രിക്സ് രൂപം കൊണ്ടത്. ആറാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ISROയുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 1, ISRO സ്ഥാപിച്ചത് 1998. 2, ഇതിൻ്റെ ആസ്ഥാനം കൽക്കത്തയിലെ അന്തരീക്ഷ ഭവൻ ആണ്. 3, ഇതിൻ്റെ ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായ് ആയിരുന്നു. 4, വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു. ഉത്തരം 3, 4. ഇതിൻ്റെ ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായ് ആയിരുന്നു. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു. ഏഴാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യ സമരകാലത്ത് മലബാറിൽ പ്രസിദ്ധീകരിച്ച
അൽ അമീൻ പത്രവുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയേത്? 1. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിൻ്റെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത്. 2. 1924 ഒക്ടോബർ 12-നാണ് ആരംഭിച്ചത്. 3. 1939 ബ്രിട്ടീഷ് സർക്കാർ പത്രം നിരോധിച്ചു. 4. പത്രത്തിൻ്റെ ഓഫീസ് സ്ഥിതി ചെയ്തിരുന്നത് താനൂരിലായിരുന്നു. ഉത്തരം 1, 2, 3. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിൻ്റെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത്. 1924 ഒക്ടോബർ 12-നാണ് ആരംഭിച്ചത്. 1939 ബ്രിട്ടീഷ് സർക്കാർ പത്രം നിരോധിച്ചു. 8ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. 1. എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവൻ. 2. വയലാർ അവാർഡ് അശോകൻ ചരുവിൽ. 3. കേരള ജ്യോതി പുരസ്കാരം MK സാനു. 4. ഓടക്കുഴൽ അവാർഡ് D വിനയചന്ദ്രൻ. ഉത്തരം 4. ഓടക്കുഴൽ അവാർഡ് D വിനയചന്ദ്രൻ. 9ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാക്രമം ഏത്? 1. അതിർത്തി ഗാന്ധിയുടെ മരണം. 2. മലബാർ കലാപം. 3. ക്ഷേത്രപ്രവേശന വിളംബരം. 4. ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണം. ഉത്തരം 2, 3, 4, 1. മലബാർ കലാപം, ക്ഷേത്രപ്രവേശന വിളംബരം, ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണം, അതിർത്തി ഗാന്ധിയുടെ മരണം. 10ാമത്തെ ചോദ്യം. കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്ത പ്രസ്താവനകൾ ശരിയായത് ഏത്? 1. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2017 ജൂൺ 17-നാണ്. 2. KMRL ആണ് ഇതിൻ്റെ പ്രവർത്തന ചുമതല വഹിക്കുന്നത്. 3. കൊച്ചി മെട്രോയുടെ അനുബന്ധ ജലപാത പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ. 4. ഇന്ത്യയിലെ 18ാമത്തെ മെട്രോ റെയിൽവേയാണിത്. ഉത്തരം 1, 2, 3. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2017 ജൂൺ 17-നാണ്. KMRL ആണ് ഇതിൻ്റെ പ്രവർത്തന ചുമതല വഹിക്കുന്നത്. കൊച്ചി മെട്രോയുടെ അനുബന്ധ ജലപാത പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ. 11ാമത്തെ ചോദ്യം. കിബുൾ ലംജാവോ ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഓപ്ഷൻ എ മണിപ്പൂർ, ഓപ്ഷൻ ബി മേഘാലയ, ഓപ്ഷൻ സി ത്രിപുര, ഓപ്ഷൻ ഡി നാഗാലാൻഡ്. ഉത്തരം ഓപ്ഷൻ എ മണിപ്പൂർ. 12ാമത്തെ ചോദ്യം. നഗര ഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെൻറ്റ് സംവിധാനം നടപ്പിലാക്കിയ നഗരം. ഓപ്ഷൻ എ അഹമ്മദാബാദ്, ഓപ്ഷൻ ബി ജയ്പൂർ, ഓപ്ഷൻ സി വഡോദര, ഓപ്ഷൻ ഡി സൂറത്ത്. ഉത്തരം ഓപ്ഷൻ എ അഹമ്മദാബാദ്. 13ാമത്തെ ചോദ്യം. ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലം. ഓപ്ഷൻ എ സയദ്, ഓപ്ഷൻ ബി മൺസൂൺ, ഓപ്ഷൻ സി റാബി, ഓപ്ഷൻ ഡി ഖാരിഫ്. ഉത്തരം ഓപ്ഷൻ ഡി ഖാരിഫ്. 14ാമത്തെ ചോദ്യം. അവശിഷ്ട പർവ്വതങ്ങൾക്ക് റെസിഡ്യൂൾ പർവ്വതത്തിന് ഉദാഹരണമാണ്. ഓപ്ഷൻ എ ആരവല്ലി, ഓപ്ഷൻ ബി സഹ്യാദ്രി, ഓപ്ഷൻ സി ഏലമലക്കുന്നുകൾ, ഓപ്ഷൻ ഡി നീലഗിരി കുന്നുകൾ. ഉത്തരം ഓപ്ഷൻ എ ആരവല്ലി. 15ാമത്തെ ചോദ്യം. ക്രിസ്റ്റലൈൻ കാലാന്തിക ശിലകളിൽ നിന്നും ഖാനഫലമായി ഉണ്ടാകുന്ന മണ്ണിനം. ഓപ്ഷൻ എ പർവ്വത മണ്ണ് അല്ലെങ്കിൽ മൗണ്ടൻ സോയിൽ, ഓപ്ഷൻ ബി ചുവപ്പ് മണ്ണ് അല്ലെങ്കിൽ റെഡ് സോയിൽ, ഓപ്ഷൻ സി എക്കൽ മണ്ണ് അല്ലെങ്കിൽ ലാറ്ററൈറ്റ് സോയിൽ, ഓപ്ഷൻ ഡി കരിമണ്ണ് അല്ലെങ്കിൽ ബ്ലാക്ക് സോയിൽ. ഉത്തരം ഓപ്ഷൻ ബി ചുവപ്പ് മണ്ണ് അല്ലെങ്കിൽ റെഡ് സോയിൽ. 16ാമത്തെ ചോദ്യം. ഇലക്ട്രിക്കൽ കേബിൾ, ഇലക്ട്രോണിക്സ്, രാസവ്യവസായങ്ങൾ ഉപയോഗിക്കുന്ന കോപ്പർ നിക്ഷേപം ചെമ്പ് കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം. ഓപ്ഷൻ എ ഉത്തർപ്രദേശ്, ഓപ്ഷൻ ബി മധ്യപ്രദേശ്, ഓപ്ഷൻ സി കർണാടകം, ഓപ്ഷൻ ഡി പശ്ചിമ ബംഗാൾ. ഉത്തരം ഓപ്ഷൻ ബി മധ്യപ്രദേശ്. 17ാമത്തെ ചോദ്യം. കൽക്കരിയുടെ ഉന്നതമായ വകഭേദമാണ്. ഓപ്ഷൻ എ പീറ്റ്, ഓപ്ഷൻ ബി ലിഗ്നൈറ്റ്, ഓപ്ഷൻ സി ബിറ്റുമിനസ്, ഓപ്ഷൻ ഡി ആന്ത്രസൈറ്റ്. ഉത്തരം ഓപ്ഷൻ ഡി ആന്ത്രസൈറ്റ്. 18ാമത്തെ ചോദ്യം. മേൽക്കൂര മഴവെള്ള ശേഖരണം നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം. ഓപ്ഷൻ എ ജാർഖണ്ഡ്,
ഓപ്ഷൻ ബി ഒഡീഷ, ഓപ്ഷൻ സി തമിഴ്നാട്, ഓപ്ഷൻ ഡി തെലുങ്കാന. ഉത്തരം ഓപ്ഷൻ സി തമിഴ്നാട്. 19ാമത്തെ ചോദ്യം. മെക്സിക്കോയിലെ വെട്ടിച്ചുട്ട് കൃഷി അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ മിൽപ്പ, ഓപ്ഷൻ ബി മസോൾ, ഓപ്ഷൻ സി റോക്ക, ഓപ്ഷൻ ഡി ലഡാങ്. ഉത്തരം ഓപ്ഷൻ എ മിൽപ്പ. 20ാമത്തെ ചോദ്യം. ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ചേർത്ത് വായിക്കാം? ഓപ്ഷൻ എ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലെ ഖനന നിയന്ത്രണം, ഓപ്ഷൻ ബി പശ്ചിമഘട്ട മലനിരകളിലെ നക്ഷത്ര ആമകളുടെ സംരക്ഷണം, ഓപ്ഷൻ സി യമുനാ നദിയിലെ രാസമലിനീകരണം തടയൽ, ഓപ്ഷൻ ഡി ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ സ്തൂപിക വനസമ്പത്ത് നശീകരണം തടയുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ സ്തൂപിക വനസമ്പത്ത് നശീകരണം തടയുന്നത്. 21ാമത്തെ ചോദ്യം. 1957 കേരള സർവകലാശാലയായി മാറിയ തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടത്? ഓപ്ഷൻ എ 1937, ഓപ്ഷൻ ബി 1936, ഓപ്ഷൻ സി 1930, ഓപ്ഷൻ ഡി 1935. ഉത്തരം ഓപ്ഷൻ എ 1937. 22ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഉയർത്തിയത്? ഓപ്ഷൻ എ ചമ്പാരൻ സത്യാഗ്രഹം, ഓപ്ഷൻ ബി ഉപ്പ് സത്യാഗ്രഹം, ഓപ്ഷൻ സി ക്വിറ്റ് ഇന്ത്യ സമരം, ഓപ്ഷൻ ഡി നിസ്സഹകരണ പ്രസ്ഥാനം. ഉത്തരം ഓപ്ഷൻ സി ക്വിറ്റ് ഇന്ത്യ സമരം. 23ാമത്തെ ചോദ്യം. താഴെ പറയുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റേതല്ലാത്ത കൃതി ഏതാണ്? ഓപ്ഷൻ എ ദൈവദശകം, ഓപ്ഷൻ ബി വേദാധികാര നിരൂപണം, ഓപ്ഷൻ സി നവമഞ്ജരി, ഓപ്ഷൻ ഡി ദർശനമാല. ഉത്തരം ഓപ്ഷൻ ബി വേദാധികാര നിരൂപണം. 24ാമത്തെ ചോദ്യം. ദേശീയ വിദ്യാഭ്യാസ ദിനമായ നവംബർ 11 താഴെ പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ സർദാർ വല്ലഭായ് പട്ടേൽ, ഓപ്ഷൻ ബി മൗലാന അബ്ദുൽ കലാം ആസാദ്, ഓപ്ഷൻ സി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, ഓപ്ഷൻ ഡി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഉത്തരം ഓപ്ഷൻ ബി മൗലാന അബ്ദുൽ കലാം ആസാദ്. 25ാമത്തെ ചോദ്യം. ചുവടെ നൽകിയിരിക്കുന്ന സാഹിത്യകാരന്മാരിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്ത മലയാള സാഹിത്യകാരൻ? ഓപ്ഷൻ എ അക്കിത്തം അച്യുതൻ നമ്പൂതിരി, ഓപ്ഷൻ ബി എം ഡി വാസുദേവൻ നായർ, ഓപ്ഷൻ സി ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരി, ഓപ്ഷൻ ഡി ഒ എൻ വി കുറുപ്പ്. ഉത്തരം ഓപ്ഷൻ സി ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരി. 26ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകൾ: 1 രാധാകൃഷ്ണൻ കമ്മീഷൻ, 2 രംഗനാഥ മിശ്ര കമ്മീഷൻ, 3 കോത്താരി കമ്മീഷൻ, 4 മുഖർജി കമ്മീഷൻ. ഉത്തരം 1, 3 രാധാകൃഷ്ണൻ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ. 27ാമത്തെ ചോദ്യം. തേഭാഗ കർഷക തൊഴിലാളി സമരം നടന്നത് എവിടെയാണ്? ഓപ്ഷൻ എ ഹൈദരാബാദ്, ഓപ്ഷൻ ബി ബോംബെ അല്ലെങ്കിൽ മുംബൈ, ഓപ്ഷൻ സി ബീഹാർ, ഓപ്ഷൻ ഡി ബംഗാൾ. ഉത്തരം ഓപ്ഷൻ ഡി ബംഗാൾ. 28ാമത്തെ ചോദ്യം. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ്? ഓപ്ഷൻ എ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ, ഓപ്ഷൻ ബി സ്വാമി ദയാനന്ദ സരസ്വതി, ഓപ്ഷൻ സി രാജാറാം മോഹൻ റോയ്, ഓപ്ഷൻ ഡി സ്വാമി വിവേകാനന്ദൻ. ഉത്തരം ഓപ്ഷൻ സി രാജാറാം മോഹൻ റോയ്. 29ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ താഴെ പറയുന്നവയിൽ എവിടെയാണ് ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചിരുന്നത്? ഓപ്ഷൻ എ ഗോവ, ഓപ്ഷൻ ബി പോണ്ടിച്ചേരി, ഓപ്ഷൻ സി ചന്ദ്രനഗർ, ഓപ്ഷൻ ഡി ട്രാൻകിബാർ. ഉത്തരം ഓപ്ഷൻ ഡി ട്രാൻകിബാർ. 30ാമത്തെ ചോദ്യം. താഴെ നൽകിയിട്ടുള്ള സംഭവങ്ങളിൽ തെറ്റായത്? ഓപ്ഷൻ എ കുണ്ടറ വിളംബരം 1809, ഓപ്ഷൻ സി കുളച്ചൽ യുദ്ധം 1741, ഓപ്ഷൻ സി ആറ്റിങ്ങൽ കലാപം 1721, ഓപ്ഷൻ ഡി കുറിച്യ കലാപം 1810. ഉത്തരം ഓപ്ഷൻ ഡി കുറിച്യ കലാപം 1810. 31ാമത്തെ ചോദ്യം. മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായവ ഏത്? 1 1950 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകളെക്കുറിച്ച് പരാമർശമില്ലായിരുന്നു.
2. സർക്കാരിയ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് മൗലിക ചുമതലകൾ കൂട്ടിച്ചേർക്കപ്പെട്ടത്. 3. 1976 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പൗരന്മാർ അനുവർത്തിക്കേണ്ട 10 ചുമതലകൾ കൂട്ടിച്ചേർത്തു. ഉത്തരം 1, 3. 1950 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകളെക്കുറിച്ച് പരാമർശമില്ലായിരുന്നു. 1976 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പൗരന്മാർ അനുവർത്തിക്കേണ്ട 10 ചുമതലകൾ കൂട്ടിച്ചേർത്തു. 32-ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ ഏത്? 1. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് എഴുതിയത്. 2. ഹിന്ദി ഭാഷയിലാണ് രചിക്കപ്പെട്ടത്. 3. ദേശീയ ഗാനത്തിനൊപ്പം തുല്യ പദവിയാണ് ദേശീയ ഗീതത്തിനുള്ളത്. ഉത്തരം 1, 3. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് എഴുതിയത്. ദേശീയ ഗാനത്തിനൊപ്പം തുല്യ പദവിയാണ് ദേശീയ ഗീതത്തിന് ഉള്ളത്. 33-ാമത്തെ ചോദ്യം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ശരിയായവ ഏത്? 1. 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരമാണ് നിലവിൽ വന്നത്. 2. ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര ആയിരുന്നു. 3. 1993 ഡിസംബർ 10 ആദ്യ കമ്മീഷൻ നിലവിൽ വന്നു. 4. ചെയർമാൻ്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ഉത്തരം 1, 2, 4. 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരമാണ് നിലവിൽ വന്നത്. ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര ആയിരുന്നു. ചെയർമാൻ്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. 34-ാമത്തെ ചോദ്യം. 2024 കേരള പ്രഭ പുരസ്കാരത്തിന് അർഹരായവർ. ഓപ്ഷൻ എ MK സാനു, S സോമനാഥ്. ഓപ്ഷൻ ബി MK സാനു, NS മാധവൻ. ഓപ്ഷൻ സി S സോമനാഥ്, ഭുവനേശ്വരി. ഓപ്ഷൻ ഡി S സോമനാഥ്, ഷൈജ ബേബി. ഉത്തരം ഓപ്ഷൻ സി S സോമനാഥ്, ഭുവനേശ്വരി. 35-ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടന 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളിൽ ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൽ പെടാത്തത് ഏത്? 1. ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശം. 2. മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും സ്ഥാവര ജംഗമ സ്വത്തുക്കൾ ആർജിക്കാനുള്ള അവകാശം. 3. ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലും ധനസഹായത്തിലും പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മതബോധനം നടത്തുന്നത് നിരോധിക്കുന്നു. 4. ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം. ഉത്തരം 4. ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം. 36-ാമത്തെ ചോദ്യം. 2024 ബ്രിക്സ് സമ്മേളനം നടക്കുന്നത് എവിടെ? ഓപ്ഷൻ എ റഷ്യ. ഓപ്ഷൻ ബി ഇന്ത്യ. ഓപ്ഷൻ സി ഇറാൻ. ഓപ്ഷൻ ഡി സിംഗപ്പൂർ. ഉത്തരം ഓപ്ഷൻ എ റഷ്യ. 37-ാമത്തെ ചോദ്യം. കുറിച്യ ലഹളയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? 1. 1812 കുറിച്യ ലഹള ഉണ്ടായത്. 2. വയനാട് ജില്ലയിലെ കുറിച്യ കുംഭാര വിഭാഗത്തിൽപ്പെട്ടവർ ആണ് ലഹളയ്ക്ക് നേതൃത്വം നൽകിയത്. 3. പ്രധാന നേതാവ് രാമനമ്പിയായിരുന്നു. 4. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാർ നടപ്പിലാക്കിയ ജനവിരുദ്ധ നികുതി നയങ്ങൾക്കെതിരെ നടത്തിയ ലഹള. ഉത്തരം 1, 3, 4. 1812 കുറിച്യ ലഹള ഉണ്ടായത്. പ്രധാന നേതാവ് രാമനമ്പി ആയിരുന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാറിൽ നടപ്പിലാക്കിയ ജനവിരുദ്ധ നികുതി നയങ്ങൾക്കെതിരെ നടത്തിയ ലഹള. 38-ാമത്തെ ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക. ഓപ്ഷൻ എ സംഘമിത്ര. ഓപ്ഷൻ ബി ക്രൈസ്തവ മഹിളാമണി. ഓപ്ഷൻ സി കേരളീയ സുഗുണ ബോധിനി. ഓപ്ഷൻ ഡി മേരി റാണി. ഉത്തരം ഓപ്ഷൻ സി കേരളീയ സുഗുണ ബോധിനി. 39-ാമത്തെ ചോദ്യം. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ശരിയായവ ഏത്? 1. വിവരാവകാശ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് രാജസ്ഥാനിലാണ്. 2. മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ എന്ന സംഘടനയാണ് നേതൃത്വം നൽകിയത്. 3. 2005 ഒക്ടോബർ 12 നിലവിൽ വന്നു. ഉത്തരം 1, 2, 3. വിവരാവകാശ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് രാജസ്ഥാനിലാണ്.
മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ എന്ന സംഘടനയാണ് നേതൃത്വം നൽകിയത്. 2005 ഒക്ടോബർ 12 നിലവിൽ വന്നു. 40ാമത്തെ ചോദ്യം. 2024 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ. ഓപ്ഷൻ എ വയനാട് ചേലക്കര, ഓപ്ഷൻ ബി വയനാട് ചേലക്കര പാലക്കാട്, ഓപ്ഷൻ സി പാലക്കാട് വയനാട്, ഓപ്ഷൻ ഡി പാലക്കാട് ചേലക്കര. ഉത്തരം ഓപ്ഷൻ ഡി പാലക്കാട് ചേലക്കര. 41ാമത്തെ ചോദ്യം. കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്ര? ഓപ്ഷൻ എ 41, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 4, ഓപ്ഷൻ ഡി 44. ഉത്തരം ഓപ്ഷൻ എ 41. 42ാമത്തെ ചോദ്യം. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏത്? ഓപ്ഷൻ എ മലപ്പുറം, ഓപ്ഷൻ ബി പാലക്കാട്, ഓപ്ഷൻ സി ഇടുക്കി, ഓപ്ഷൻ ഡി വയനാട്. ഉത്തരം ഓപ്ഷൻ ഡി വയനാട്. 43ാമത്തെ ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ ഇടുക്കി, ഓപ്ഷൻ ബി പള്ളിവാസൽ, ഓപ്ഷൻ സി ചെങ്കുളം, ഓപ്ഷൻ ഡി ഇടമലയാർ. ഉത്തരം ഓപ്ഷൻ ബി പള്ളിവാസൽ. 44ാമത്തെ ചോദ്യം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏത്? ഓപ്ഷൻ എ എക്കൽ മണ്ണ്, ഓപ്ഷൻ ബി ചെമ്മണ്ണ്, ഓപ്ഷൻ സി ലാറ്ററൈറ്റ് മണ്ണ്, ഓപ്ഷൻ ഡി കറുത്ത മണ്ണ്. ഉത്തരം ഓപ്ഷൻ സി ലാറ്ററൈറ്റ് മണ്ണ്. 45ാമത്തെ ചോദ്യം. റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം. ഓപ്ഷൻ എ പറമ്പിക്കുളം, ഓപ്ഷൻ ബി ചെന്തുരുണി, ഓപ്ഷൻ സി മുത്തങ്ങ, ഓപ്ഷൻ ഡി ആറളം. ഉത്തരം ഓപ്ഷൻ എ പറമ്പിക്കുളം. 46ാമത്തെ ചോദ്യം. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാര്? ഓപ്ഷൻ എ സഹോദരൻ അയ്യപ്പൻ, ഓപ്ഷൻ ബി പണ്ഡിറ്റ് കറുപ്പൻ, ഓപ്ഷൻ സി പള്ളത്തുരാമൻ, ഓപ്ഷൻ ഡി വാക്പടാനന്ദൻ. ഉത്തരം ഓപ്ഷൻ ഡി വാക്പടാനന്ദൻ. 47ാമത്തെ ചോദ്യം. കേരളത്തിൽ ആകെയുള്ള ലോക്സഭാ സീറ്റുകൾ എത്ര? ഓപ്ഷൻ എ 20, ഓപ്ഷൻ ബി 21, ഓപ്ഷൻ സി 19, ഓപ്ഷൻ ഡി 22. ഉത്തരം ഓപ്ഷൻ എ 20. 48ാമത്തെ ചോദ്യം. കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി ആര്? ഓപ്ഷൻ എ കെ കൃഷ്ണൻകുട്ടി, ഓപ്ഷൻ ബി റോഷി അഗസ്റ്റിൻ, ഓപ്ഷൻ സി ജെ ചിഞ്ചുറാണി, ഓപ്ഷൻ ഡി പി പ്രസാദ്. ഉത്തരം ഓപ്ഷൻ ബി റോഷി അഗസ്റ്റിൻ. 49ാമത്തെ ചോദ്യം. 1956 കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു? ഓപ്ഷൻ എ 5, ഓപ്ഷൻ ബി 4, ഓപ്ഷൻ സി 14, ഓപ്ഷൻ ഡി 7. ഉത്തരം ഓപ്ഷൻ എ 5. 50ാമത്തെ ചോദ്യം. കേരള നവോത്ഥാനത്തിൻ്റെ വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഓപ്ഷൻ എ കുമാര ഗുരുദേവൻ, ഓപ്ഷൻ ബി അയ്യങ്കാളി, ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികൾ, ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. ഉത്തരം ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. 51ാമത്തെ ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ റെയിൽ പാത നിർമ്മിക്കപ്പെട്ട വർഷം. ഓപ്ഷൻ എ 1841, ഓപ്ഷൻ ബി 1851, ഓപ്ഷൻ സി 1861, ഓപ്ഷൻ ഡി 1871. ഉത്തരം ഓപ്ഷൻ സി 1861. 52ാമത്തെ ചോദ്യം. പയ്യന്നൂരിൽ വച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ എ ഗാന്ധിജി, ഓപ്ഷൻ ബി ബാരിസ്റ്റർ ടി പ്രകാശൻ, ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ഡി കെ കേളപ്പൻ. ഉത്തരം ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു. 53ാമത്തെ ചോദ്യം. തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത് ഏത്? ഓപ്ഷൻ എ പുന്നപ്ര വയലാർ സമരം, ഓപ്ഷൻ ബി നിവർത്തന പ്രക്ഷോഭം, ഓപ്ഷൻ സി മലയാളി മെമ്മോറിയൽ, ഓപ്ഷൻ ഡി കീഴരിയൂർ ബോംബ് കേസ്. ഉത്തരം ഓപ്ഷൻ ഡി കീഴരിയൂർ ബോംബ് കേസ്. 54ാമത്തെ ചോദ്യം. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചിരുന്നത് ആരായിരുന്നു? ഓപ്ഷൻ എ ടി കെ മാധവൻ, ഓപ്ഷൻ ബി എ കെ ഗോപാലൻ, ഓപ്ഷൻ സി മന്നത്ത് പത്മനാഭൻ, ഓപ്ഷൻ ഡി പി കൃഷ്ണപിള്ള. ഉത്തരം ഓപ്ഷൻ എ ടി കെ മാധവൻ. 55ാമത്തെ ചോദ്യം. 1817 ഗൗരി പാർവതി ഭായ് പുറപ്പെടുവിച്ച വിളംബരത്തിലെ ശ്രദ്ധേയമായ പരിഷ്കാരം എന്തായിരുന്നു? ഓപ്ഷൻ എ ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം, ഓപ്ഷൻ ബി മരുമക്കായത്തിനെതിരായ നിയമങ്ങൾ, ഓപ്ഷൻ സി ഏകീകൃതമായ ശിക്ഷാവിധികൾ, ഓപ്ഷൻ ഡി പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി. ഉത്തരം ഓപ്ഷൻ ഡി പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി. 56ാമത്തെ ചോദ്യം.
യോഗക്ഷേമ സഭ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആര്? ഓപ്ഷൻ എ മന്നത്ത് പത്മനാഭൻ, ഓപ്ഷൻ ബി വി.ടി. ഭട്ടതിരിപ്പാട്, ഓപ്ഷൻ സി വൈകുണ്ഠസ്വാമികൾ, ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദൻ. ഉത്തരം ഓപ്ഷൻ ബി വി.ടി. ഭട്ടതിരിപ്പാട്. 57-ാമത്തെ ചോദ്യം. 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയമേത്? ഓപ്ഷൻ എ ഭരണപരിഷ്കരണം, ഓപ്ഷൻ ബി കുടിയാന്മ പ്രശ്നം, ഓപ്ഷൻ സി ജനസംഖ്യാനുപാത സംവരണം, ഓപ്ഷൻ ഡി ഖിലാഫത്ത്. ഉത്തരം ഓപ്ഷൻ സി ജനസംഖ്യാനുപാത സംവരണം. 58-ാമത്തെ ചോദ്യം. മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു ആരുടെ സംഭാവനയായിരുന്നു? ഓപ്ഷൻ എ ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ്, ഓപ്ഷൻ ബി അർണോസ് പാതിരി, ഓപ്ഷൻ സി ബെഞ്ചമിൻ ബെയ്ലി, ഓപ്ഷൻ ഡി ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട്. ഉത്തരം ഓപ്ഷൻ ബി അർണോസ് പാതിരി. 59-ാമത്തെ ചോദ്യം. 1809 കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആര്? ഓപ്ഷൻ എ പഴശ്ശിരാജ, ഓപ്ഷൻ ബി പാലിയത്തച്ഛൻ, ഓപ്ഷൻ സി വേലുത്തമ്പി ദളവ, ഓപ്ഷൻ ഡി മാർത്താണ്ഡവർമ്മ. ഉത്തരം ഓപ്ഷൻ സി വേലുത്തമ്പി ദളവ. 60-ാമത്തെ ചോദ്യം. 1859 ജെയിംസ് ഡാറ കയർ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം ഏത്? ഓപ്ഷൻ എ ആലപ്പുഴ, ഓപ്ഷൻ ബി കൊല്ലം, ഓപ്ഷൻ സി വർക്കല, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഉത്തരം ഓപ്ഷൻ എ ആലപ്പുഴ. 61-ാമത്തെ ചോദ്യം. ജീവമണ്ഡലത്തിലെ ജൈവ സമ്പന്നത സൂചിപ്പിക്കുന്ന ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര്? ഓപ്ഷൻ എ ഹ്യൂഗോ ഡി വറിസ്, ഓപ്ഷൻ ബി റേച്ചൽ കാർസൺ, ഓപ്ഷൻ സി വാർട്ടർ ജി റോസൻ, ഓപ്ഷൻ ഡി ഏണസ്റ്റ് ഹെക്കൽ. ഉത്തരം ഓപ്ഷൻ സി വാർട്ടർ ജി റോസൻ. 62-ാമത്തെ ചോദ്യം. അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിൻ്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗം ഏത്? ഓപ്ഷൻ എ പ്ലാസെൻ്റ, ഓപ്ഷൻ ബി അമിയോട്ടിക് ദ്രവം, ഓപ്ഷൻ സി ഗർഭാശയം, ഓപ്ഷൻ ഡി പൊക്കിൾക്കൊടി. ഉത്തരം ഓപ്ഷൻ എ പ്ലാസെൻ്റ. 63-ാമത്തെ ചോദ്യം. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന കല ഏത്? ഓപ്ഷൻ എ പാരൻകൈമ, ഓപ്ഷൻ ബി കോളൻകൈമ, ഓപ്ഷൻ സി ഫ്ലോയം, ഓപ്ഷൻ ഡി സ്ക്ലീറൻകൈമ. ഉത്തരം ഓപ്ഷൻ ഡി സ്ക്ലീറൻകൈമ. 64-ാമത്തെ ചോദ്യം. ചെറുകുടലിനകത്തെ പോഷക ആഗീകരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗം? ഓപ്ഷൻ എ ലെൻറ്റിസെൽ, ഓപ്ഷൻ ബി വില്ലസുകൾ, ഓപ്ഷൻ സി ഡെൻഡ്രൈൻ, ഓപ്ഷൻ ഡി ആൽവിയോലസുകൾ. ഉത്തരം ഓപ്ഷൻ ബി വില്ലസുകൾ. 65-ാമത്തെ ചോദ്യം. വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ? ഓപ്ഷൻ എ വൃക്കാസിര, ഓപ്ഷൻ ബി അധോമഹാസിര, ഓപ്ഷൻ സി വൃക്കാധമനി, ഓപ്ഷൻ ഡി ഊർധ്വ മഹാസിര. ഉത്തരം ഓപ്ഷൻ സി വൃക്കാധമനി. 66-ാമത്തെ ചോദ്യം. നേത്രവൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1. കണ്ണിൻ്റെ ലെൻസിൻ്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്നത് മൂലം വരുന്ന രോഗമാണ് സിറോഫ്താൽമിയ. 2. വിറ്റാമിൻ ബിയുടെ കുറവ് നിശാന്തതയ്ക്ക് കാരണമാകുന്നു. 3. കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ. 4. കണ്ണിലെ ലെൻസ് അധാര്യമാകുന്ന അവസ്ഥയാണ് തിമിരം. ഉത്തരം 3, 4. കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ. കണ്ണിലെ ലെൻസ് അധാര്യമാകുന്ന അവസ്ഥയാണ് തിമിരം. 67-ാമത്തെ ചോദ്യം. ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം? ഓപ്ഷൻ എ ഫഞ്ചൈ, ഓപ്ഷൻ ബി പ്രോട്ടിസ്റ്റ, ഓപ്ഷൻ സി മൊനീറ, ഓപ്ഷൻ ഡി യൂക്കാരിയ. ഉത്തരം ഓപ്ഷൻ സി മൊനീറ. 68-ാമത്തെ ചോദ്യം. ഭീമാകരത്വം ഏത് ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിലുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ്? ഓപ്ഷൻ എ വാസോപ്രസിൻ, ഓപ്ഷൻ ബി തൈറോക്സിൻ, ഓപ്ഷൻ സി അഡ്രിനാലിൻ, ഓപ്ഷൻ ഡി സൊമാറ്റോട്രോപ്പിൻ. ഉത്തരം ഓപ്ഷൻ ഡി സൊമാറ്റോട്രോപ്പിൻ. 69-ാമത്തെ ചോദ്യം. കോശശ്വസനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1. കോശശ്വസനത്തിൻ്റെ ആദ്യഘട്ടം കോശദ്രവ്യത്തിൽ വച്ചും രണ്ടാം ഘട്ടം റൈബോസിമിലും വച്ചു നടക്കുന്നു.
2. ആദ്യഘട്ടമായ ഗ്ലൈക്കോസിന് ഓക്സിജൻ ആവശ്യമാണ്. 3. ഗൈക്ലോസിൻ്റെ ഫലമായി 28 ATP തന്മാത്രകൾ ഉണ്ടാകുന്നു. 4. ഗ്ലൈക്കോസിലിൽ ഗ്ലൂക്കോസ് പൈറൂവിക് ആസിഡായി മാറുന്നു. ഉത്തരം 4. ഗ്ലൈക്കോസിലിൽ ഗ്ലൂക്കോസ് പൈറൂവിക് ആസിഡായി മാറുന്നു. 70-ാമത്തെ ചോദ്യം. വിട്രിയസ് ദ്രവം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിലാണ് കാണുന്നത്? ഓപ്ഷൻ എ ശ്വാസകോശം, ഓപ്ഷൻ ബി കണ്ണ്, ഓപ്ഷൻ സി ചെവി, ഓപ്ഷൻ ഡി വൃക്ക. ഉത്തരം ഓപ്ഷൻ ബി കണ്ണ്. 71-ാമത്തെ ചോദ്യം. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം. ഓപ്ഷൻ എ യാന്ത്രികോർജം വൈദ്യോർജം, ഓപ്ഷൻ ബി വൈദ്യോർജം യാന്ത്രികോർജം, ഓപ്ഷൻ സി സൗരോർജം വൈദ്യോർജം, ഓപ്ഷൻ ഡി വൈദ്യോർജം സൗരോർജം. ഉത്തരം ഓപ്ഷൻ എ യാന്ത്രികോർജം വൈദ്യോർജം. 72-ാമത്തെ ചോദ്യം. ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനം ഏത്? ഓപ്ഷൻ എ കാർബൈഡ്, ഓപ്ഷൻ ബി സമ്പുഷ്ട യുറേനിയം, ഓപ്ഷൻ സി ഹൈഡ്രജൻ, ഓപ്ഷൻ ഡി തോറിയം. ഉത്തരം ഓപ്ഷൻ ബി സമ്പുഷ്ട യുറേനിയം. 73-ാമത്തെ ചോദ്യം. വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജം. ഓപ്ഷൻ എ 2 മടങ്ങാകും, ഓപ്ഷൻ ബി പകുതിയാകും, ഓപ്ഷൻ സി 1/4 ഓപ്ഷൻ ഡി 4 മടങ്ങാകും. ഉത്തരം ഓപ്ഷൻ ഡി 4 മടങ്ങാകും. 74-ാമത്തെ ചോദ്യം. കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ പ്രവേഗം, ഓപ്ഷൻ ബി ത്വരണം, ഓപ്ഷൻ സി വേഗം, ഓപ്ഷൻ ഡി സ്ഥാനാന്തരം. ഉത്തരം ഓപ്ഷൻ സി വേഗം. 75-ാമത്തെ ചോദ്യം. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഓപ്ഷൻ എ ലാക്ടോമീറ്റർ, ഓപ്ഷൻ ബി ബാരോമീറ്റർ, ഓപ്ഷൻ സി തെർമോമീറ്റർ, ഓപ്ഷൻ ഡി ഹൈഡ്രോമീറ്റർ. ഉത്തരം ഓപ്ഷൻ ബി ബാരോമീറ്റർ. 76-ാമത്തെ ചോദ്യം. ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയിൽ ജെ തോംസണുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ എ പ്ലം പുഡിംഗ് മാതൃക മുന്നോട്ട് വച്ചു, ഓപ്ഷൻ ബി ഇലക്ട്രോണിനെ കണ്ടെത്തി, ഓപ്ഷൻ സി ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തി, ഓപ്ഷൻ ഡി ന്യൂട്രോണിനെ കണ്ടെത്തി. ഉത്തരം ഓപ്ഷൻ ഡി ന്യൂട്രോണിനെ കണ്ടെത്തി. 77-ാമത്തെ ചോദ്യം. റബ്ബറിൻ്റെ മോണോമർ. ഓപ്ഷൻ എ നിയോപ്രീൻ, ഓപ്ഷൻ ബി ഐസോപ്രീൻ, ഓപ്ഷൻ സി ബ്യൂണ എസ്, ഓപ്ഷൻ ഡി ബ്യൂണ എൻ. ഉത്തരം ഓപ്ഷൻ ബി ഐസോപ്രീൻ. 78-ാമത്തെ ചോദ്യം. റേഡിയോ ആക്റ്റീവത കണ്ടെത്തിയത്. ഓപ്ഷൻ എ ഗോൾസ്റ്റൺ, ഓപ്ഷൻ ബി വില്യം ക്രൂക്സ്, ഓപ്ഷൻ സി ഹെൻറി ബെക്കറൽ, ഓപ്ഷൻ ഡി ഹാൻസ് ഗീക്കർ. ഉത്തരം ഓപ്ഷൻ സി ഹെൻറി ബെക്കറൽ. 79-ാമത്തെ ചോദ്യം. ലീച്ചിങ് എന്ന സാന്ദ്രണ രീതി ഉപയോഗിക്കുന്നത് ഏത് ലോഹത്തിൻ്റെ അയിരിനാണ്? ഓപ്ഷൻ എ സ്വർണം, ഓപ്ഷൻ ബി ടിൻ, ഓപ്ഷൻ സി ഇരുമ്പ്, ഓപ്ഷൻ ഡി അലുമിനിയം. ഉത്തരം ഓപ്ഷൻ ഡി അലുമിനിയം. 80-ാമത്തെ ചോദ്യം. ഒരേ മാസ് നമ്പരും വ്യത്യസ്ത അറ്റോമിക നമ്പരുമുള്ള ആറ്റങ്ങളാണ്. ഓപ്ഷൻ എ ഐസോബാറുകൾ, ഓപ്ഷൻ ബി ഐസോട്ടോണുകൾ, ഓപ്ഷൻ സി ഐസോട്ടോപ്പുകൾ, ഓപ്ഷൻ ഡി ഉപലോഹങ്ങൾ. ഉത്തരം ഓപ്ഷൻ എ ഐസോബാറുകൾ. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.